الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم خذ من أموالهم صدقة تطهرهم وتزكيهم بها ഏറെ സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുന്നിലൊക്കെ ചെറിയ ഗ്യാപ്പുകളുണ്ട്, ഒന്ന് അടുത്തിരുന്നാൽ കുറേ ആളുകൾ കയറി വരാൻ പ്രയാസപ്പെടുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ഒന്ന് അടുത്തിരുന്നാൽ ഖൈറാവും. ബറക്കല്ലാഹു ഫീക്കും. പരിശുദ്ധ റമളാനിലെ ഏറെ പുണ്യമാക്കപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ എല്ലാ റഹ്മത്തും ബർക്കത്തും തൗഫീഖുമൊക്കെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പ് സ്വീകാര്യമാവാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മളെല്ലാവരും നിർവഹിച്ചു വരുന്നത്. ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ഖുറാഫാത്തുകളിൽ നിന്നുമൊക്കെ രക്ഷ പ്രാപിക്കാനും നമ്മുടെ ബന്ധങ്ങളൊക്കെ പരസ്പരം നന്നാക്കാനും ഹറാമുകൾ ജീവിതത്തിൽ വരാതിരിക്കാനും എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നുപോയിട്ടുണ്ട് എങ്കിൽ തൗബ ചെയ്ത് അതൊക്കെ ശുദ്ധീകരിക്കാനുമൊക്കെയുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്താനുമൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടരേണ്ട സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളെന്ന് പറയുന്നത്. നോമ്പിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. നാവിനെ സൂക്ഷിക്കുന്നു, ചീത്ത കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാതെയും പ്രവർത്തിക്കാതെയും നിൽക്കുന്നു. ആളുകളുമായുള്ള സഹവാസമൊക്കെ കൂടുതൽ വിശുദ്ധമാവാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാമ്പത്തികമായ മേഖലയിൽ കൂടി നമ്മൾ വിശുദ്ധി കൈവരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുക, മുസ്ലിം ആവുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കൊടുക്കേണ്ട സക്കാത്തും നമ്മൾ നൽകേണ്ട സദഖയും നമ്മൾ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ധനം ശുദ്ധിയാകുന്നത്. അതിലൂടെ മാത്രമാണ് നമ്മുടെ ഈമാനും പവിത്രമാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പണം, സമ്പത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ
നമുക്കുണ്ടാകേണ്ട ഒരു ബോധം എന്താണ്? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പണം എന്റേതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, എന്റേത് മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കത് എടുത്തു കൊടുക്കാൻ നമുക്ക് പ്രയാസമുണ്ടാവുക. എന്നാൽ പണത്തെക്കുറിച്ച് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ചത് എന്താണ്? ഇത് അള്ളാഹുവിൻ്റെതാണ് എന്നാണ്, നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മിപ്പിച്ചത് വഅൻഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫീഹി, നിങ്ങളുടെ കയ്യിൽ ഒരു അനന്തര സ്വത്ത് പോലെ ഏൽപ്പിച്ചതാണ് അള്ളാഹുവിന്റെ ഈ പണം, സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വിനിയോഗം അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞതുപോലെ നിർവഹിക്കൽ പ്രധാനമാണ്. അള്ളാന്റെ ഒരു മുതൽ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചതാണ്, സമ്പത്ത് അള്ളാഹ് തന്നതാണ്. ആ സമ്പത്ത് അപ്പൊ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, അത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രകാരമാകുമ്പോഴാണ് അത് ഏറ്റവും ഹൈറായ രൂപത്തിലാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പറയുന്നുണ്ട് ഫല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവർ, വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ, അവർ തന്നെ ചെലവഴിക്കുന്നവർ. ഈമാനുണ്ടാവും പലർക്കും, പക്ഷെ പണം ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കാൻ പിശുക്ക് കാണിക്കുന്നവരുണ്ടാവും. അപ്പം വിശ്വസിക്കുകയും ഈമാൻ ഉണ്ടാവുകയും പണം ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ലഹും അജ്റുൻ കബീർ, അള്ളാഹുവിങ്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ഹദീദിലെ 7-ാമത്തെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തത്, പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണത്തിന്റെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ മനുഷ്യർ എല്ലാവരും ഒരുപോലെ ആവുകയില്ല എന്നതാണ്. ഒരു ഏറ്റക്കുറച്ചിൽ ഈ ഭൂമിയിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. വല്ലാഹു ഫളല ബഅദുകും അലാ ബഅദിൻ ഫി റിസ്ഖി, നമ്മുടെ റിസ്ഖിന്റെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ അല്ലാഹു തആല ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലരുടെ കയ്യിൽ വലിയ ഉത്തരവാദിത്തത്തോടു കൂടി അള്ളാഹുവിന്റെ സമ്പത്ത് ഏൽപ്പിച്ചിട്ടുണ്ടാകും, ചിലരുടെ കയ്യിൽ അതിന്റെ അളവ് കുറവായിരിക്കും. കൂടുതൽ കിട്ടിയവൻ കൂടുതൽ നന്ദി കാണിക്കണം, കൂടുതൽ അതിന് ഉത്തരവാദിത്തമുണ്ട്, കൂടുതൽ അതിന് മറുപടി പറയണം. കുറച്ച് കിട്ടിയവൻ കിട്ടിയതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്നതാണ് അതിന്റെ വിഷയമെന്ന് പറയുന്നത്. സൂറത്തു നഹ്ലിലെ 71-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഈ ഗൗരവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത്, സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് എന്ന് പറയുന്നത് ഒരു വലിയ നിഅമത്താണ്, പക്ഷേ അതോടൊപ്പം തന്നെ അതൊരു ഇബ്തിലാ ആണ്, ഒരു ബലാ ആണ്, ഒരു പരീക്ഷണമാണ് എന്നുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പറഞ്ഞല്ലോ മക്കളെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സമ്പത്ത് അത് അള്ളാഹുവിന്റെ സ്മരണകളെ തൊട്ട് നിങ്ങളെ തടഞ്ഞു കളയരുത്, നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് മുഅ്മിനീങ്ങളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മക്കളെ കൊണ്ട് നരകം വാങ്ങേണ്ടി വരുന്ന മനുഷ്യരുണ്ടാകും, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് നരകം വാങ്ങേണ്ടി വരുന്ന മനുഷ്യരുണ്ടാകും, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ പ്രകാരമുള്ള ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ആളുകളുണ്ടാവും. മക്കളെ എങ്ങനെയാണ് മക്കളെ കൊണ്ട് നരകം വാങ്ങുക? അവരെ വളർത്തി വലുതാക്കി ദീനിയായ കാര്യത്തിൽ ഉപകാരപ്പെടുത്തി അള്ളാഹുവിന്റെ പരലോകത്തിന് ഗുണപ്രദമായ രൂപത്തിൽ വളർത്തിയെടുക്കുമ്പോൾ നമുക്കവർ ഗുണമുള്ളവരാകും, അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് നാശമാണ് ഉണ്ടാവുക. ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും തിന്മകളിലേക്കും പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അള്ളാഹു തആല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൽ അള്ളാഹു പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ വലിയ പരീക്ഷണങ്ങൾ നമ്മളെ ബാധിക്കുമെന്നതാണ്. മാത്രമല്ല അതുകൊണ്ട് തിന്മ സമ്പാദിക്കാനും തിന്മ ചെയ്യാനും ധൂർത്ത് കാണിക്കാനും വേണ്ടാത്തരങ്ങൾക്കും ഒക്കെയാണ് നമ്മുടെ പണം ചെലവഴിക്കുന്നത് എങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പരീക്ഷണമായി, വലിയ ശിക്ഷയായി പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സ്വീകരിക്കേണ്ടി വരുമെന്ന് ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിലും സമ്പത്തിന്റെ വിഷയത്തിലുമൊക്കെ നമ്മൾ അശ്രദ്ധയിലാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടാകണമെന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്തിന് കുറവാകട്ടെ കൂടുതലാവട്ടെ, സമ്പത്ത് ചിലപ്പോൾ ചില ആളുകളുടെ കയ്യിൽ കുറവായിരിക്കാം, ചിലപ്പോൾ കൂടുതൽ അല്ല നൽകിയിട്ടുണ്ടാകും. രണ്ടായാലും ശരി, അത് മുഴുവനായും നമ്മുടേതല്ല എന്നൊരു വിചാരം നമുക്കുണ്ടാകണമെന്നാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ മറ്റുള്ളവർക്ക് അവകാശങ്ങളുണ്ട് എന്നത് നമ്മൾ മറന്നുപോകരുത്. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതില് പലരുടെയും അവകാശങ്ങളുണ്ട്, അത് കണക്കാക്കി നിങ്ങൾ കൊടുത്തേക്കുക. ചോദിച്ചു വരുന്നവരുണ്ട്, എന്നാൽ ചോദിച്ചു വരാൻ മാനസികമായി വിഷമമുള്ള ആളുകളുമുണ്ട്, മിസ്കീന്മാരെ പോലെയുള്ള മനുഷ്യരുമുണ്ട്. ചോദിച്ചു തന്നെ വരുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുക. എന്നാൽ ചോദിക്കാൻ വരാൻ തടസ്സപ്പെടുന്ന മനസ്സുള്ള ആളുകളുണ്ട്
നമുക്കിടയിൽ. അഭിമാനം ബോധം പണയം വെക്കാൻ കഴിയാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് പട്ടിണിയിലും പരിവട്ടങ്ങളിലും പ്രശ്നങ്ങളിലും സഹിച്ചും ക്ഷമിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ സമ്പത്ത് കുറവാവട്ടെ കൂടുതലാവട്ടെ അത് നമ്മുടേത് മാത്രമല്ല, അതിൽ ചിലർക്കൊക്കെ അവകാശങ്ങളുണ്ട് എന്ന ഒരു ബോധം കൂടി നമുക്കുണ്ടാകുമ്പോഴാണ് പണം നമുക്ക് ക്രയവിക്രയം നടത്താൻ കൊടുക്കാനുമൊക്കെയുള്ള ഒരു മനസ്സ് പ്രിയപ്പെട്ടവരെ നമ്മിൽ രൂപപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ 5 പ്രധാന തൂണുകളിൽപ്പെട്ട ഒരു തൂണാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഒരാൾ നമസ്കരിക്കുന്നു, കൃത്യമായി നമസ്കരിക്കുന്നു, ജമാഅത്ത് നമസ്കരിക്കുന്നു, നല്ല നിസ്കാരത്തായമ്പൊക്കെ ഉണ്ട്, നമസ്കാരത്തിൽ അയാൾ നല്ല ഭക്തനാണ്, ഓക്കെ. രണ്ടാമത്തത് അയാൾ നോമ്പെടുക്കുന്നു, നല്ല കൃത്യമായി ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഇബാദത്തുകൾ എടുക്കുന്നു, നോമ്പൊക്കെ വളരെ പെർഫെക്റ്റ് ആയാണ് ചെയ്യുന്നത്. അയാൾ ഉംറ ചെയ്യുന്നുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, പക്ഷെ അയാൾ സക്കാത്തിന്റെ വിഷയത്തിൽ അയാൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അയാൾ മുസ്ലിം ആവുകയില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ധനികനാണ്, പക്ഷെ സക്കാത്ത് കൊടുക്കാത്തിടത്തോളം കാലം അയാൾ ധനികനായി നിലനിൽക്കും, പക്ഷേ മുസ്ലിമായി നിലനിൽക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പണം സക്കാത്ത് നമ്മൾ കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ ബിസ്സക്കാത്ത്. ഒരാളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന എപ്പോഴാണ്? അയാൾ സക്കാത്ത് കൂടി കൊടുക്കുമ്പോഴാണ് എന്നാണ്. സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരാളാണ് എങ്കിൽ അയാളുടെ നമസ്കാരം തന്നെ സ്വീകരിക്കപ്പെടുക എപ്പോഴാണ്? അള്ളാഹുവിങ്കൽ പ്രതിഫലമുള്ളതാവുക അയാൾ സക്കാത്ത് കൂടി അയാളുടെ ബാധ്യത കൂടി പൂർത്തീകരിക്കുമ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിക്കാൻ. നമസ്കാരത്തിൽ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കുന്നു. ബാങ്കിന്റെ സമയം നമുക്കറിയാം, ജമാഅത്തിന്റെ സമയമറിയാം, അതിന്റെ ഷർത്തറിയാം, അതിന്റെ ഫർളറിയാം, അതിന്റെ സുന്നത്തറിയാം, അതിലെ സുന്നത്ത് നമസ്കാരങ്ങൾ അറിയാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒരു തൂണായ സക്കാത്തിന്റെ വിഷയം നമ്മൾ എത്ര ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, എത്ര കാര്യപ്രസക്തമായി നമ്മളത് പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഖുർആനിൽ ചില കൽപ്പനകൾ നമുക്ക് കാണാൻ കഴിയും. അത്തിയുല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവിടുത്തെ റസൂലിനെയും അനുസരിക്കണം. ഇതിൽ ഒരാൾ അള്ളാഹിനെ മാത്രം അനുസരിച്ചാൽ അയാളുടെ ഈമാൻ പൂർത്തിയാകും? ഇല്ലല്ലോ. ഒരാൾ വിചാരിക്കണം ഞാൻ റസൂലിനെ മാത്രമേ അനുസരിക്കുള്ളൂ, അള്ളാഹുവിന്റെ കാര്യം ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, അയാളുടെ ഈമാൻ പൂർത്തിയാവില്ല. അതുപോലെ ഖുർആൻ പ്രഖ്യാപിച്ച മറ്റൊരു വചനമുണ്ട്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുകയും ചെയ്യുക. ഇതിൽ ഒരാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണ്, ഞാൻ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിച്ചോളാം എന്ന് വിചാരിച്ചാൽ അയാളുടെ ഈമാൻ പൂർത്തിയാവില്ല. ഒരാൾ വിചാരിക്കണം ഞാൻ സക്കാത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, നമസ്കാരം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അയാളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടില്ല. കാരണം ഇത് രണ്ടും അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നല്ല, രണ്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ പൂർത്തീകരിക്കണം. അനിഷ്കുർലി വലി വാലിദൈക, അള്ളാഹു പറയാണ് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, വലി വാലിദൈക നിങ്ങളുടെ മാതാപിതാക്കളോടും നന്ദി കാണിക്കണം, അവരെ നന്നായി കെയർ ചെയ്യണം, അവരെ പരിഗണിക്കണം, അവരെ പരിചരിക്കണം, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം. ഒരാൾ പറയും അള്ളാഹ് ഞാൻ ശുക്ർ ചെയ്യുന്നുണ്ട്, മാതാപിതാക്കളുടെ കാര്യത്തിൽ എനിക്ക് സൗകര്യക്കുറവുണ്ട് എന്ന് പറയാൻ പാടില്ല. ഒരാൾ മാതാപിതാക്കൾ അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, പക്ഷെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ പറ്റൂല എന്നുള്ള നിലപാടെടുക്കാൻ പറ്റൂല എന്നതാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രമാണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. എന്താ നമ്മുടെ ഉത്തരവാദിത്വം, എന്താ ബാധ്യത? ഖുർആൻ അത് പറഞ്ഞു തരുന്നുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നിങ്ങളുടെ സമ്പത്തിൽ നിർണയിക്കപ്പെട്ട അവകാശങ്ങൾ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കണം, അത് നിങ്ങൾ പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ശേഖരിക്കണം എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കാൻ. അത് ശേഖരിക്കപ്പെടുമ്പോഴും അത് വിതരണം ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? തുതഹിറുഹും, അവർ ശുദ്ധീകരിക്കപ്പെടുന്നു, വതുസക്കീഹിം ബിഹാ, അതുകൊണ്ട് അവരുടെ സമ്പത്തും അവരുടെ ജീവിതവും ഒക്കെ സംസ്കരിക്കപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. ആ നിലക്ക് സക്കാത്തിനെ നമുക്ക് സമീപിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരാണ് ആലോചിക്കേണ്ടത്. നമ്മൾ എത്ര കണക്കൂട്ടിയാലും സക്കാത്തിന്റെ പരിധി എത്തൂല. കാരണം നമ്മുടെ ചെലവ് തീർന്നിട്ട് നമുക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ചെലവുകൾ നമ്മൾ അത്യാവശ്യം ഏതാണ്, അനാവശ്യം ഏതാണ്, ആവശ്യങ്ങൾ ഏതാണ് എന്ന നിലക്ക് വേർതിരിക്കണം. ആവശ്യങ്ങൾ നമ്മൾ ചെലവഴിക്കണം, അല്ലെ? അതിൽ തന്നെ അത്യാവശ്യങ്ങൾ, വളരെ അത്യാവശ്യങ്ങൾ ഉണ്ടാവും. അത് വളരെ മർമ്മപ്രധാനമായ കാര്യമാണ്. ആ അത്യാവശ്യ ചെലവുകൾ നമുക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാനുള്ളതാണ്. മറ്റത് ആവശ്യങ്ങളാണ്. നമ്മുടെ വിനോദങ്ങൾ, യാത്രകൾ, മറ്റു കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയ കാര്യങ്ങളായിരിക്കും. അതുപോലെ
അതുപോലെ തന്നെ ചിലർക്ക് അനാവശ്യമായ ചെലവുകളായിരിക്കും. അതൊക്കെ ഒരു വർഷത്തിൽ കൃത്യമായി കണക്കാക്കി നമ്മൾ ഈ സക്കാത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട്. റസൂലെ, സക്കാത്ത് കറക്റ്റ് കൃത്യമായി എടുത്തു കൊടുക്കുന്ന മനുഷ്യർക്ക് വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കിടയിൽ സദഖയും സക്കാത്തും ഒക്കെ നൽകുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, താങ്കളുടെ പ്രാർത്ഥന അവർക്ക് സമാധാനം നൽകും എന്ന് റസൂലിനോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു വചനമുണ്ട്, വല്ലാഹു സമീഉൻ അലീം എന്നാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാം. നമ്മൾ എത്രത്തോളം ഇതിൽ പിടിച്ചു വെക്കുന്നുണ്ട്, പിശുക്ക് കാണിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ഇതിൽ വിശാലത കാണിക്കുന്നുണ്ട് എന്നൊക്കെ അള്ളാഹുവിനെ നന്നായി അറിയാമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇത് കൊടുത്താലുള്ള ഗുണം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇത് കൊടുക്കാനല്ല നമ്മളെ പ്രേരിപ്പിച്ചത് എന്തിനാണ്? സമ്പത്തിൽ വർധനവുണ്ടാക്കി തരുമെന്ന് അള്ളാഹു ഓർമ്മിപ്പിച്ചു. കൊടുക്കുന്തോറും കുറയല്ല, കൊടുക്കുന്തോറും കൂടുന്നതിനെ കുറിച്ചാണ്, ഇരട്ടിയാകുന്നതിനെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ പണം ചെലവഴിക്കാൻ, സമ്പത്ത് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചാൽ, കമസലി ഹബ്ബത്തിൻ അംബതത സബഅ സനാബിൽ, ഒരു ധാന്യമണി അത് 7 കതിരുകളായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുപോലെയാണ്. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരുകളിലും അത് 100 കണക്കിന് ധാന്യമണികളായി വർദ്ധിക്കുന്നത് പോലെയാണ്. അല്ലാഹു യുളായിഫു ലിമൻ യശാ, അല്ലാഹു അത് ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിപ്പിച്ച് അങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു നന്നായി കാര്യങ്ങൾ അറിയുന്നവനും വിശാലമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനുമാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കാൻ. അപ്പൊ ഇത് കുറഞ്ഞു പോകുന്നുള്ള ബേജാറ് വേണ്ട. നമ്മളൊരു സമ്പത്ത് കൊടുക്കുമ്പോ, സക്കാത്ത് കൊടുക്കുമ്പോ, സദഖ കൊടുക്കുമ്പോ അത് നമ്മുടെ ഈമാനിനെ പുതുക്കലാണ്. നമ്മുടെ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്വർഗപ്രവേശനം നടക്കണമെങ്കിൽ ഇത് നിർവഹിക്കൽ പ്രധാനപ്പെട്ടതാണ്. ഭൗതികമായി ദുനിയാവിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പത്തിലൊക്കെ ബർക്കത്തുണ്ടാകുന്നു എന്നതാണ് അതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ആപത്തുകളിൽ നിന്ന്, ആഫാത്തുകളിൽ നിന്ന്, മുസീബാത്തുകളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ സദഖകൾ കൊണ്ട്, സക്കാത്തുകൾ കൊണ്ട് നമുക്ക് കാവലാകുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ബർക്കത്തുള്ള സംഗതിയാണ് എന്നുകൂടി നമ്മളതിൽ മനസ്സിലാക്കുക. ഇനി സക്കാത്ത് കൊടുക്കാതിരിക്കുക, അത് ആരുടെ സ്വഭാവമായിട്ടാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്? ഒരാൾ സക്കാത്ത് കൊടുക്കണില്ല, ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷേ അയാൾ ഏത് ഗണത്തിലാണ് പെടുത്തുക? മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു തആല നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു വരുന്ന വചനങ്ങൾ കാണാൻ കഴിയും. വൈലുല്ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ, കോപമുണ്ടാവട്ടെ, നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. അല്ലദീന ലാ യുതൂന സക്കാത്ത്, എന്തുകൊണ്ടാണ് അവർക്ക് കോപം? അവർ സക്കാത്തിനെ നിഷേധിച്ചവരാണ്, സക്കാത്ത് കൊടുക്കാത്തവരാണ്. അല്ലെ, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ചില ആളുകൾ പറഞ്ഞില്ലേ, റസൂലുള്ള വഫാത്തായി, ഇനിയിപ്പോ സക്കാത്തൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് പറയാണ്. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഒരു ഒട്ടകത്തിന്റെ കയറാണെങ്കിലും ഒരു ആട്ടിന്റെ കുട്ടിയാണെങ്കിൽ പോലും ശരി, സക്കാത്തിന്റെ വിഹിതമാണെങ്കിൽ, ബൈത്തുൽ മാലിലേക്കുള്ള സമ്പത്താണ് എങ്കിൽ അള്ളാഹുവിനും അവന്റെ ഇടയിൽ ഞാനാണ് അവന് യുദ്ധം ചെയ്യാൻ നിൽക്കുക എന്ന് പറഞ്ഞില്ലേ, യുദ്ധം ചെയ്തു പോലും അത് പിടിച്ചു വാങ്ങേണ്ട സമ്പത്താണ് എന്ന നിലക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി കൊടുക്കാതിരുന്നാലുള്ള ശിക്ഷയെക്കുറിച്ച് ഖുർആൻ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല, ഒരാളുടെ സ്വർണവും വെള്ളിയും ഒക്കെയായി തന്റെ സമ്പത്ത് ഇങ്ങനെ കെൻസാക്കി, നിധിയാക്കി, കൂമ്പാരമാക്കി വെച്ചിട്ടുണ്ട്. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒന്നും ചെലവഴിക്കുന്നില്ല. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ ദൂതരെ നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അവർ അല്ലാഹുവിന്റെ കഠിന കഠോരമായ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. എന്നിട്ടോ അദ്ദേഹത്തിന്റെ, അയാളുടെ സമ്പത്ത് യൗമ യുഹ്മാ അലൈഹാ, അത് ചുട്ടു പഴുപ്പിക്കപ്പെടും. എന്നിട്ട് ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, അവരുടെ നെറ്റിത്തടത്തിലും അവരുടെ മുതുകുകളിലും അവരുടെ ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിലുമൊക്കെ അയാൾ കരുതി കൂട്ടി വെച്ച ദുനിയാവിലെ സമ്പത്തുകൾ ചില പാളികളാക്കി ചുട്ട് പഴുപ്പിച്ചെടുത്ത്
അള്ളാഹു അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ വെക്കുമെന്നാണ്. എന്നിട്ട് മലായിക്കത്തുകൾ ആ സന്ദർഭത്തിൽ പറയും അവരോട്, ഹദാമാ കനസ്തും ലിഅൻഫുസികും, നീ കരുതി കൂട്ടിവെച്ച, ദുനിയാവിന് വേണ്ടി നീ കൂട്ടിവെച്ച, നീ നിധിയാക്കി സൂക്ഷിച്ച സമ്പത്താണിത്, നിന്റെ മുതലാണിത്. ഫദൂഖൂമാ കുന്തും തക്നിസൂൻ, ഈ നിധി കൊണ്ട് നീ ആസ്വദിക്കുക, നീ അനുഭവിക്കുക, ഇതിന്റെ എല്ലാ വേദനകളും വേവലാതികളും നീ അനുഭവിച്ചുകൊള്ളുക എന്ന് നരകത്തിയിൽ വെച്ച് നരകത്തിന്റെ എല്ലാ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കെ അതിന് പുറമെ സക്കാത്ത് നൽകാത്തവർക്കുള്ള ശിക്ഷയായി പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. സയുതവ്വിഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സക്കാത്തും സദഖയും ഒന്നും കൊടുക്കാതെ പിശുക്ക് കാണിച്ച മനുഷ്യർ അവർ ദുനിയാവിൽ സമ്പാദിച്ചു കൂട്ടിയ സമ്പത്തൊക്കെ അവരുടെ കഴുത്തുകളിലൂടെ തൂക്കപ്പെട്ട നിലയിൽ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാകുന്ന വളരെ ദയനീയമായ ഒരു സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അള്ളാഹു നമ്മയൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവരെ, സക്കാത്ത് കൊടുക്കാതെ നമ്മുടെ ബാധ്യതകൾ പൂർത്തീകരിക്കപ്പെടൂല, നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടൂല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല എന്ന ഗൗരവം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആരാണത് കൊടുക്കേണ്ടത്? മുസ്ലിമായ ഏതൊരാളും അവർ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. മുസ്ലിമായ ഒരാളാണ് കൊടുക്കേണ്ടത്. അയാൾ കൊടുക്കാൻ ബാധ്യതപ്പെടുന്ന എപ്പോഴാണ്? അതിനൊരു നിസാബ്, ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് നിസാബ്? ഒരു വർഷം തികയാന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഒരു സമ്പത്ത് വന്നു, ഈ റമദാൻ 1 മുതൽ അടുത്ത റമദാൻ വരെ ഒരു വർഷത്തെ കണക്ക് നമ്മൾ സൂക്ഷിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെയുള്ള ഒരു കണക്ക്, റമദാൻ തന്നെ ആവണമെന്നില്ല, ജനുവരി മുതൽ അടുത്ത ഡിസംബർ വരെയോ അല്ലെങ്കിൽ അടുത്ത ജനുവരി വരെയൊക്കെയുള്ള ഒരു വർഷ കാലയളവ് തികയുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിന്റെ നിസാബ്, അല്ലെങ്കിൽ അത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരാള് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സമ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൈവശമുള്ളതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന്റെ മിൽക്കിയത്ത്, ഉടമസ്ഥാവകാശം നമ്മുടെ കയ്യിലാണ് എന്ന് ഉറപ്പുവരുത്തുക. ആ നിലക്ക് ഉള്ള സമ്പത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്തിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അതിലൊന്ന്, വരുമാനമുള്ളതിനൊക്കെ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. വരുമാനം കിട്ടുന്ന സോഴ്സുകൾ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും. വർധനവുള്ള പണം, സമ്പത്ത്, മുതലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം കാര്യങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം. കൃഷികൾ നടത്തുന്ന ആളുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അതൊക്കെ വളരെ കുറവാണ്. നെല്ലൊക്കെയാണ് കാര്യമായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അടക്ക, കുരുമുളക്, റബ്ബർ, ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാവും. കൃഷി രീതി, അതിന് വരെ തന്നെ സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്. സ്വർണം, അതിന് പ്രത്യേകമായി സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്. വെള്ളി, അതിന് പ്രത്യേകമായ സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്. കച്ചവടത്തിന് പ്രത്യേകമായി സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്. കാലികൾ, നാൽക്കാലികൾ സമ്പത്തായുള്ള ആളുകൾക്ക് സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആർക്കെങ്കിലും നിധി കിട്ടുക, അത്തരം കാര്യങ്ങൾ സക്കാത്ത് പ്രത്യേകം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പണം കയ്യിലുള്ളവരുടെ സക്കാത്ത് എന്താണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഇപ്പൊ പണമായിട്ട് നാണയത്തിന്റെ വിനിമയമാണ്. പണം നമ്മൾ എല്ലാത്തിലും വരുമാനമുണ്ട്, ചെലവഴിക്കുന്നുണ്ട്. പണം വന്നു പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിന് കൊല്ലത്തിൽ ഒരു തീയതി നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റമദാൻ 1 മുതൽ ഈ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെയുള്ള സമയം. അപ്പൊ അത് മുതൽ നമ്മുടെ കയ്യിൽ ഒരു സമ്പത്ത്, നമ്മുടെ വരവുണ്ട്, അതിന് ചെലവുണ്ട്. അങ്ങനെ അവസാനം അതിൽ ഒരു 590 ഗ്രാം അല്ലെങ്കിൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ കറൻസി, നാണയം, അതിന്റെ പണം നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് എങ്കിൽ അതിന്റെ 2.5%, ആ മൊത്തം പണത്തിന്റെ 2.5% കണക്കാക്കിയിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോ വെള്ളിയുടെ 590 ഗ്രാമിന് ഏകദേശം 1,77,000 റുപ്യന്റെ അടുത്താണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില എന്ന് പറയുന്നത്. ഓരോ കാലത്ത് അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ആ മാർക്കറ്റ് വില കണക്കാക്കി അത്ര സമ്പത്തിന്റെ ആ പണം നമ്മുടെ കയ്യിൽ, നമ്മുടെ വരവും ചെലവും ഒക്കെ വീഴ്ച നമുക്ക് ബാക്കിയുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ മൊത്തം വരവിന്റെ പണത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ശമ്പളക്കാരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ശമ്പളം കിട്ടിയതിന്റെ കറക്റ്റ് കണക്കുണ്ടാവും. കൊല്ലത്തിൽ അവർ ഗ്രോസ് സാലറി അത് മൊത്തത്തിൽ എടുത്തു നോക്കി അതിൽ ഇൻകം ടാക്സ് ഒക്കെ കൊടുത്തതിന്റെ ചെലവുകളൊക്കെ ഉണ്ടാവും. അവരുടെ പേഴ്സണൽ ചെലവുകളൊക്കെ അതിൽ നിന്ന് കുറക്കാം. വാഹനത്തിന്റെ ചെലവ്, വാഹനം പെട്രോൾ അടിക്കുന്നത്, ജോലിക്ക് പോയി വരാൻ ആവശ്യമായ ചെലവുകളൊക്കെ കുറക്കാം. വീട്ടിൽ അടിസ്ഥാനപരമായ ചെലവുകൾ, ഭക്ഷണം, വസ്ത്രം, മരുന്ന്, ചികിത്സ, അത്തരം കാര്യങ്ങൾക്കുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ അയാൾക്ക് അതിൽ നിന്ന് കുറക്കാം. എന്നിട്ട് കിട്ടുന്ന പണം നമ്മൾ നോക്കി ഈ ഒരു നിസാബ് എത്തുന്നുണ്ട് എങ്കിൽ 590
290 ഗ്രാം വെള്ളിയുടെ ആ വിലക്ക് സമാനമായ പണം നമ്മുടെ കയ്യിൽ മിച്ചം വരുന്നുണ്ട് എങ്കിൽ, കണക്കുണ്ട് എങ്കിൽ അയാൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ മൊത്തത്തിൽ അത് മാത്രമാവില്ല, പണം കറൻസി ആയിട്ട് വരുമാനം ഉണ്ടാവും, പിന്നെ പുറമെ അക്കൗണ്ടിൽ പണം ഉണ്ടാവും, ചിലപ്പോൾ അയാൾക്ക് PF പൈസ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറി കൂടിയിട്ടുണ്ടാവും. ഇതൊക്കെ അയാളുടെ സമ്പത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതൊക്കെ അയാളുടെ സമ്പത്തിനോട് ചേർത്ത് ഈ പണം കാൽക്കുലേഷൻ നമ്മൾ നടത്തുമ്പോഴാണ് കറക്റ്റ് പണം നമുക്ക് കിട്ടുക. കുറിയുടെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കിട്ടിയതിന് ശേഷം കൊടുത്താലും മതി എന്നാണ് പ്രിയപ്പെട്ടവരെ. അത് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സംഖ്യയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ, കടം പോലെ അത്രയും ഇപ്പൊ നമ്മളുടെ പണം ഒരാളെ ഏൽപ്പിച്ചു, എനിക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് എപ്പോഴും ഈസി ആക്സസ് ഉള്ളതിനൊക്കെ നമ്മുടെ ഈ പണത്തോടൊപ്പം ചേർത്തിട്ട് നമുക്ക് അതിന്റെ സക്കാത്ത് കണക്കാക്കാം. അല്ലെങ്കിൽ കടം കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ, കുറച്ച് ബുദ്ധിമുട്ടായ ഒരാളെടുത്താണ് കൊടുത്തത്, അങ്ങനെയാണെങ്കിൽ അത് കിട്ടുന്ന മുറക്ക് ആ വർഷത്തെ വരവിൽ കൂട്ടിയിട്ട് സക്കാത്ത് കൊടുത്താൽ മതി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. സ്വർണ്ണാണെങ്കിൽ 85 ഗ്രാമാണ്, 10.5 പവൻ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഇന്ന് 2.5% കൊടുക്കണമെങ്കിൽ 10.5 പവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 ലക്ഷം റുപ്യന്റെ മാർക്കറ്റ് വില നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഒരാൾക്ക് സ്വർണം തന്നെ കൊടുക്കണമെന്നില്ല, സ്വർണത്തിന്റെ മാർക്കറ്റ് വില കണക്കാക്കി അത്ര 12 ലക്ഷം റുപ്യ എമൗണ്ട് ആണ് കണക്കാക്കിയെങ്കിൽ അതിന്റെ 2.5% നമ്മൾ എടുത്തു കൊടുക്കണം. ഒരാളുടെ കയ്യിൽ പിന്നെ 11 പവനുണ്ട്, അയാൾ സക്കാത്ത് കൊടുക്കണം. അയാൾ കൊടുക്കേണ്ട 11 പവന്റെ 2.5% കൊടുക്കണം. അല്ലാതെ 10.5 കഴിച്ച് 0.5% സക്കാത്ത് കൊടുത്താൽ പോരാ എന്നതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരുടേതാണ് മുതൽ അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആരാണോ അതിന്റെ മുതലിന്റെ അവകാശി അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. കച്ചവട ആവശ്യങ്ങൾക്ക് വാങ്ങിയ ഭൂമി അത് വാങ്ങുമ്പോൾ വിൽക്കുമ്പോഴൊക്കെ സക്കാത്ത് കൊടുക്കണം. മാർക്കറ്റ് വില നോക്കി അതിന്റെ 2.5%. കച്ചവട വസ്തുവായിട്ട് ഭൂമിയെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതേസമയം ഒരാളൊരു ഭൂമി വാങ്ങി, കച്ചവടത്തിനൊന്നല്ല സ്വന്തം ആവശ്യത്തിന് വാങ്ങിയാണ്, അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് വില കെട്ടേണ്ടതില്ല. അതേസമയം അതിൽ നിന്ന് വരുമാനം ഉണ്ടെന്ന് വിചാരിക്കാം, ആ വരുമാനത്തെ അയാൾ കണക്കാക്കി ഇപ്പൊ തേങ്ങ വലിക്കുന്നുണ്ട്, അടക്ക വലിക്കുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഒരു വരുമാന സ്രോതസ് കണക്ക്, ആ കണക്ക് നമ്മുടെ വരവിൽ ചേർക്കേണ്ടതുണ്ട് എന്നാണ്. വിൽപ്പന ആവശ്യത്തിനാണ് ഭൂമി വാങ്ങണമെങ്കിൽ അതിൽ വരുമാനം ഉണ്ടെങ്കിൽ അത് രണ്ടിനും എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. വാടക വസ്തുക്കളെ സംബന്ധിച്ച് കെട്ടിടമൊക്കെ വാടക കൊടുക്കുന്നവരുണ്ടെങ്കിൽ കെട്ടിടത്തിന്റെ വില കണക്കാക്കേണ്ടതില്ല. അതേസമയം അയാളുടെ ആ മാസ വാടക ഉണ്ടാവും, ആ വരുമാനം നമ്മുടെ കണക്കിൽ വരേണ്ടതുണ്ട്. അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സ്റ്റോക്ക് അവരെടുക്കണം, എത്ര ഉണ്ട് നിലവിലെ സ്റ്റോക്ക് കണക്കാക്കണം, കയ്യിലെ നീക്കിയിരിപ്പ് എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കണം. കിട്ടാനുള്ള പണം ഉണ്ടാവും, കൊടുക്കാനുള്ളത് മൈനസ് ചെയ്തിട്ട് അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കുക. ഷെയർ മാർക്കറ്റിലൊക്കെ ബിസിനസ് നടത്തുന്ന ആളുകൾ അവരുടെ മാർക്കറ്റ് ഷെയറിന്റെ വാല്യൂ കണക്കാക്കി മാർക്കറ്റ് വിലയുടെ അതിന്റെ വരുമാനം നോക്കി അതിന്റെ ചെലവ് കുറച്ച് 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കൃഷി നടത്തുന്ന ആളുകൾ അതിന്റെ ഒരു 612 കിലോഗ്രാം നെല്ല് നമുക്ക് സംഭരിച്ചിട്ടുണ്ട് എങ്കിൽ, പച്ചക്കറി ധാന്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിന്റെ നിസാബെത്തി, അപ്പൊ അതിന്റെ അടിസ്ഥാന വില നെല്ലിന്റെ ഒരു വിലയുമായി താരതമ്യപ്പെടുത്തിയിട്ട് അതിന്റെ പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. നനച്ച് ഒരുപാട് ചെലവുണ്ടെങ്കിൽ 5% കൊടുത്താൽ മതി, 5% ആണ് കൊടുക്കേണ്ടത്. പിന്നെ അതേ സമയം പടുമുളായിട്ട് നമ്മൾക്ക് ചെലവൊന്നുമില്ല, വേറെ മെനക്കെടൊന്നുമില്ലാതെ ഉണ്ടായതാണ് എങ്കിൽ 10% അതിന്റെ സക്കാത്ത് കൊടുക്കണം. വിളവെടുക്കുന്ന സമയത്ത് കൊടുക്കണം എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ആ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, രാജ്യത്ത് ടാക്സ് കൊടുത്താൽ സക്കാത്തിന്റെ കടം വീടൂല എന്നുള്ളതാണ്. അത് മതിയാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ടാക്സിന്റെ ചെലവ് നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് കൊടുത്ത് പിന്നെ കുറക്കാവുന്നതാണ്. ബന്ധുക്കൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൽ സക്കാത്ത് കൊടുക്കാൻ പിന്നെ പറഞ്ഞ 8 വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗത്തിന്റെ ഗണത്തിൽപ്പെടുന്ന ആർക്കും നമുക്ക് സക്കാത്ത് കൊടുക്കാം. ഒന്ന് ഫക്കീറാണ്, ഒന്ന് മിസ്കീനാണ്, മറ്റൊന്ന് ആമിലാണ്, മറ്റൊന്ന് മനസ്സ് ദീനുമായി ഇണക്കപ്പെട്ട ആളുകളാണ്, മറ്റൊന്ന് പെരടി കുടുങ്ങിപ്പോയ ചില മനുഷ്യരാണ്, അടിമഭാരം പേറുന്നതും പോലെ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ്, മറ്റൊന്ന് കടബാധ്യതയിൽപ്പെട്ടവരാണ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യുന്ന മനുഷ്യരാണ്, മറ്റൊന്ന് വഴിയാത്രക്കാരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലൊക്കെയുള്ള ഇടപാടുകൾക്ക് നമുക്ക് നമ്മുടെ സക്കാത്ത് കൊടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തൊക്കെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ.